ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 1. സോളമൻ്റെ ജ്ഞാനം. ദാവീദിൻ്റെ മകൻ സോളമൻ തൻ്റെ ആധിപത്യം ഉറപ്പിച്ചു. ദൈവമായ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവന് പ്രതാപം നൽകി. സഹസ്രാധിപന്മാർ, ശതാധിപന്മാർ, ന്യായാധിപന്മാർ, കുടുംബത്തലവന്മാരായ നേതാക്കന്മാർ എന്നിവർ ഉൾപ്പെടെ ഇസ്രായേൽ ജനത്തോട് അവൻ സംസാരിച്ചു. അതിനുശേഷം അവൻ ജനത്തോടുകൂടെ ഗിബെയോനിലെ ആരാധന സ്ഥലത്തേക്ക് പോയി. കർത്താവിൻ്റെ ദാസനായ മോശ മരുഭൂമിയിൽ വച്ച് നിർമ്മിച്ച ദൈവത്തിൻ്റെ സമാഗമ കൂടാരം അവിടെയായിരുന്നു. ദൈവത്തിൻ്റെ പേടകം ദാവീദ് കിരിയാത്ത് യെയാറിമിൽ നിന്ന് ജെറുസലേമിൽ സജ്ജമാക്കിയിരുന്ന കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ പുത്രൻ ബസാലേൽ ഓടുകൊണ്ട് നിർമ്മിച്ച ബലിപീഠം ഗിബെയോനിലെ സമാഗമ കൂടാരത്തിന് മുൻപിലുണ്ടായിരുന്നു. അവിടെ സോളമനും ജനവും കർത്താവിനെ ആരാധിച്ചു. സോളമൻ സമാഗമ കൂടാരത്തിന് മുൻപിലുള്ളതും ഓടുകൊണ്ട് നിർമ്മിച്ചതുമായ ബലിപീഠത്തെ സമീപിച്ച് 1000 ദഹനബലി അർപ്പിച്ചു. ആ രാത്രിയിൽ ദൈവം സോളമന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്, ചോദിച്ചു കൊള്ളുക. സോളമൻ പ്രതിവചിച്ചു, എൻ്റെ പിതാവായ ദാവീദിനെ അവിടുന്ന് അത്യധികം സ്നേഹിച്ചു. എന്നെ അവൻ്റെ പിൻഗാമിയും രാജാവുമായി നിയമിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവെ, എൻ്റെ പിതാവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റണമേ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായ ഈ ജനത്തെ ഭരിക്കാൻ എന്നെ അവിടുന്ന് രാജാവാക്കിയല്ലോ. ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. അവയില്ലാതെ അവിടുത്തെ ഈ വലിയ ജനതയെ ഭരിക്കാൻ ആർക്ക് കഴിയും? ദൈവം സോളമന് ഉത്തരമരുളി, കൊള്ളാം, സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രുനിഗ്രഹമോ ദീർഘായുസ് പോലുമോ നീ ചോദിച്ചില്ല. ഞാൻ നിന്നെ രാജാവാക്കി. നിനക്ക് അധീനമാക്കിയിരിക്കുന്ന എൻ്റെ ജനത്തെ ഭരിക്കാൻ ജ്ഞാനവും വിവേകവും നീ ചോദിച്ചു. ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും. സോളമൻ്റെ സമ്പത്ത്. സോളമൻ ഗിബെയോനിലെ ആരാധന സ്ഥലത്തെ സമാഗമ കൂടാരത്തിങ്കൽ നിന്ന് ജെറുസലേമിലേക്ക് തിരികെ പോയി. അവിടെ അവൻ ഇസ്രായേലിനെ ഭരിച്ചു. സോളമൻ 1400 രഥങ്ങളും 12000 പേരുടെ കുതിരപ്പട്ടാളവും ശേഖരിച്ചു. അവരെ തൻ്റെ ആസ്ഥാനമായ ജെറുസലേമിലും രഥങ്ങൾ സൂക്ഷിച്ചിരുന്ന നഗരങ്ങളിലും നിർത്തി. സോളമൻ്റെ കാലത്ത് വെള്ളിയും പൊന്നും കല്ലുപോലെയും ദേവദാരു ഷെഫല താഴ്വരയിലെ അത്തിപോലെയും സുരഭിലമായിരുന്നു. രാജാവ് കുതിരകളെയും രഥങ്ങളെയും ഈജിപ്തിൽ നിന്നും കുവയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. കുവയിൽ നിന്നും വാർത്തകന്മാർ അവയെ വില കൊടുത്ത് ഏറ്റുവാങ്ങി. രഥമൊന്നിന് 600 ഷെക്കൽ വെള്ളിയും കുതിരയൊന്നിന് 150 ഷെക്കൽ വെള്ളിയുമാണ് ഈജിപ്തിലെ വില. ഇതുപോലെ അവർ ഹിത്യ രാജാക്കന്മാർക്കും സിറിയ രാജാക്കന്മാർക്കും ഇവ കയറ്റി അയച്ചിരുന്നു.